ഇത് പൂരത്തിന് മുൻപുള്ള ഞായറാഴ്ച പൊങ്കാലിടാൻ പോകുന്നതാണ് കേട്ടോ. ശബ്ദമൊന്നുമില്ല, വോയിസിൽ സൗണ്ട് കുറവായിരിക്കും കേട്ടോ. പാറമോൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞാനും പാറമോളും കൂടി സ്കൂട്ടിയിൽ പോയിട്ട് അച്ഛമ്മ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 മണിയൊക്കെ ആയി ഞാൻ അവിടെ എത്തുമ്പോൾ അപ്പോഴേക്കും ചേച്ചി വന്നിട്ട് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പാറും കൂടി കുറച്ച് ചന്ദനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കാലത്തിലൊക്കെ ഒന്ന് തൊട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പൊങ്കാലിട്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 7-8 വർഷമായി തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തൊട്ട് നമ്മൾ പായസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിലും അടുത്തായിരുന്നു കേട്ടോ അടുപ്പുകളൊക്കെ. പക്ഷെ പാറമോൾക്ക് ഞാൻ പട്ടുപാവാട ഇട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് പേടിയായിട്ടോ, കാരണം അതിൽ ബുദ്ധിമുട്ടല്ലേ. ഞാൻ വിറകൊക്കെ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകാറുണ്ട് കേട്ടോ, കാരണം അവിടെ നിന്ന് കിട്ടുന്നത് തികയാറില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വിറകുകളാക്കി ഞാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അവിടെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് പൊങ്കാലിടണം. ചേച്ചിയൊക്കെ അവിടെ ഇരിപ്പായിട്ടോ. എനിക്ക് സത്യത്തിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം തടി വെച്ചുകൊണ്ട് തന്നെ കുമ്പിടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും പായസം വെക്കി ഞാൻ പോകാറുണ്ട്. ഇത് കർപ്പൂരാണ് കേട്ടോ അടുപ്പിലിട്ടിട്ട് വേഗം കത്തിപ്പിടിക്കാനായിട്ട്. അങ്ങനെ പൊങ്കാലടുപ്പിൽ എല്ലാവരും തീയൊക്കെ പകർന്ന് പായസം വയ്ക്കാൻ തയ്യാറെടുപ്പാണ്. അങ്ങനെ പാറമോളെ അരൂത്ത് ശ്രീചേട്ടൻ കൊണ്ടിരുത്തിയിട്ടോ. ശ്രീചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അച്ചുമോനെ കടയിലിരുത്തിയിട്ട്. അങ്ങനെ പായസമൊക്കെ കുറച്ച് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പുകയൊക്കെ അടിക്കും. എങ്കിലും ദേവിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് എല്ലാം സഹിച്ച് നമ്മളിത് ചെയ്യും ഗൈസ്. നമ്മളിതുപോലെ തീ ഇങ്ങനെ കത്തിക്കും കേട്ടോ. കുറേ അമ്മമാർ, എന്താ പറയുക, ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവും. എല്ലാവരും വന്നിട്ടുണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ പതിവിലും അടുത്തായിരുന്നു അടുപ്പുകൾ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, എല്ലാവരും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. അങ്ങനെ പായസമൊക്കെ വെച്ച് തിളയ്ക്കണം. ചേച്ചിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു തുടങ്ങിയിട്ട്. ചേച്ചിയുടെ മാത്രമല്ല എല്ലാവരുടെയും. നമ്മൾ ചെമ്പൂത്ര അമ്പലത്തിലാണ് കേട്ടോ പൊങ്കാല ഇടുന്നത്. ആരെങ്കിലും പൊങ്കാല ഇടാറുണ്ടോ? അങ്ങനെ ഞാൻ ഇവിടെ മാത്രമേ പൊങ്കാല ഇട്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ണൊക്കെ കരഞ്ഞ് കലങ്ങി പോയായിരിക്കും ഗൈസ്, കാരണം പുക അടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള വരിയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ കണ്ണ് നോക്കുമായിരുന്നു. എന്താ പറയുക, തലവേദനയ്ക്കായിട്ട് കുറേ കഴിയുമ്പോഴെങ്കിലും നമ്മളത് ഉടങ്ങാതെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പരമാവധി. അങ്ങനെ വരി നിൽക്കുകയാണ് ഗൈസ്. അവിടെ എത്തിയിട്ട് നമുക്ക് ഇഡ്ഡലിയും ചായയും കഴിക്കണം കേട്ടോ. പാറമോൾ ശ്രീചേട്ടനും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പാറമോൾ എൻ്റെ അടുത്താക്കിയിട്ട് പിന്നെ ശ്രീചേട്ടൻ പോയി. അച്ഛനും മോളും പോയി മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിൽ ചെന്നപ്പോൾ ഇഡ്ഡലി ആയിരുന്നു. വേഗം കഴിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ, അവിടെ എന്താ പറയുക, പൂജിക്കാനായിട്ട് എത്തി തുടങ്ങി നമ്മുടെ പായസത്തിൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായി. ഇപ്പോൾ ചേച്ചീനെ കാണാല്ലേ ഗൈസ്, ഇഡ്ഡലി കിട്ടിയപ്പോൾ വല്യമ്മേനെ കാണാല്ലേ എന്നാണ് പാറമോള് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും ചേച്ചി ഭക്ഷണം കഴിച്ചതേ വേഗം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും വന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടോ, ദേവിയുടെ എന്താ പറയുക, പൊങ്കാലിടുമ്പോൾ അവസാനം ഇതുപോലെ പൂജിച്ച് നമുക്ക് തിരിച്ചു വരാം.